നമ്മുടെ വണ്ടി നിലവിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ച് ശരിക്കും പറഞ്ഞ് ഞാൻ വണ്ടിയുടെ പ്ലഗ് പോയിട്ടാണ് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാരണം. പക്ഷേ അതിനകത്തുണ്ടല്ലോ ട്യൂണിങ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടണ്ടായി. തന്നെയല്ല ഈ പ്ലഗിനകത്ത് കരിയുടെ അളവ് അത്യാവശ്യം കൂടുതൽ കാണിക്കുന്നുണ്ട്. ഓയിൽ മയത്തോടുള്ള കരി കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിലവിൽ ഞാൻ പ്ലഗ് മാറ്റിയിട്ടു, കാർബറേറ്റർ ട്യൂണിങ് കറക്റ്റ് ആക്കിയിട്ട് റീസെറ്റ് ആക്കിയിട്ട് ഓടിച്ച് പോകുമ്പോൾ വേറെ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നിലവിൽ ഇതേപോലെ ഈ പ്ലഗ് എങ്ങാനും പെട്ടെന്ന് എങ്ങാനും അടിച്ചു ഒരു 1 മാസം 2 മാസത്തിനുള്ളിലൊക്കെ അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെഡിനകത്ത് കരിയുടെ പ്രോബ്ലം നമ്മൾ നോക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡെപ്പോസിറ്റ് കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യണത് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഇനി കാണിക്കുകയാണെങ്കിൽ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി, ഇപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ട് വേണ്ട. അങ്ങനെ എങ്ങാനും കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ഏകദേശം 1 മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ അടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചൊരു വഴിക്ക് പോകാൻ പറ്റില്ല. എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് ഇതേപോലെ കംപ്ലയിൻറ്റ് പ്ലഗ് പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ട്യൂൺ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രണ്ടിലുണ്ടല്ലോ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജെർക്കിങ് കാണിക്കുന്നുണ്ട്. അതായത് ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെയൊക്കെ ഫുള്ള് ലൂസായി കിടക്കാം ഈ വന്ന ഭാഗത്തെ. അപ്പോൾ അതൊന്ന് ഈ കവറൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ക്ലിപ്പും കാര്യങ്ങളും ക്ലിപ്പ് വേണമെന്ന് തോന്നുന്നു. ഗട്ടർ ചാടുമ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഷേക്ക് അതാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി അഴിച്ചൊന്ന് സെറ്റ് ചെയ്ത് തരാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫൈബർ ആയതുകൊണ്ട് ഈ ഇളകി ഈ സാധനം മൊത്തം പൊട്ടിപ്പോകും. അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടത്തികൾ റെഡിയാക്കി ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ വൈകിട്ടത്തേക്ക് വണ്ടി എടുക്കാവുന്ന രീതിയിലാണ് ചെയ്യാം. കുഴപ്പമില്ല, വൈകിട്ട് എടുത്തോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി എന്നിട്ട് ഇട്ടേക്കാം. കഴിഞ്ഞ് ഞാൻ കോൺടാക്ട് ചെയ്തോളാം കേട്ടോ.